വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഴയന്നൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം വേതനം 26,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഴയന്നൂർ ICDS ഓഫീസിന് മുന്നിൽ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CITU വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി VA ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കായി ഗുണനിലവാരമുള്ള ഫോൺ ലഭ്യമാക്കുക, ജോലിഭാരം കുറയ്ക്കുക, സർക്കാർ ഉത്തരവുകൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, ഉത്സവ ഭത്ത 5,000 രൂപയായി വർദ്ധിപ്പിക്കുക, പോഷൻ ട്രാക്കർ സംബന്ധിച്ച മാനസിക പീഡനം അവസാനിപ്പിക്കുക, ജീവനക്കാരോട് മാന്യമായി പെരുമാറുക തുടങ്ങിയ ആവശ്യങ്ങളും അസോസിയേഷൻ ഉന്നയിച്ചു. യൂണിയൻ പ്രസിഡന്റ് AT ഓമന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി KP ജൂബിലി സ്വാഗതം പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കുകയാണ്. എല്ലാം ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിന് തെറ്റില്ല, അത്തരം സംവിധാനങ്ങൾ വേണം. പക്ഷേ അതിൻ്റെ പരിധിയുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗർഭിണിക്ക്, ഇവരുടെ പരിധിയിൽപ്പെടുന്ന ഗർഭിണിക്കൊക്കെ പോഷകാഹാരവും മറ്റും ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇത് നെറ്റ് കിട്ടാതെയും അതേപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് തൊഴിലാളികൾക്ക് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അത് പരിഹരിക്കപ്പെടണം. ഇവർക്ക് ഇപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങിച്ച് ജീവിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഇവർക്ക് 13,000 രൂപയാണ് ഈ ഓണറേറിയം എന്ന രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓണറേറിയം എന്ന രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ 4,000 ചില്ലാനം രൂപയാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് എന്നുകൂടി ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. എന്നാൽ ഈ പോരാട്ടങ്ങൾ ഇങ്ങനെ ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇത്തരം വലിയ കാര്യങ്ങളെല്ലാം നടത്തി പോകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് അംഗനവാടിയുടെ ജീവനക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് മേലെയുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ പ്രതിഷേധം, ഇവരുടെ ചില ധാർഷ്ട്യങ്ങൾ ഇവർക്ക് മുന്നിലേക്ക് വരികയാണ്. CITU ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിനൊന്നും തർക്കമില്ല. ഒന്നും ഇങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താ, അതൊക്കെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ അതെല്ലാം ആ രീതിയിൽ തന്നെ വിലയിരുത്തി പോകേണ്ടി വരും എന്നുള്ളതാണ്. യൂണിയൻ ട്രഷറർ പുഷ്പലത K നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CCV.